Hi students, I am Priya. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് എ ഹൗസ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ആദ്യമായി വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് ആൾസോ പ്രസ് ബെൽ ഐക്കൺ ടു ഗെറ്റ് അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു. ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ അണ്ടർ ഡിഫറെന്റ് സിറ്റുവേഷൻ അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കേസ് 1 വേർ ദ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ത്രൂ ഔട്ട് ദ ഇയർ. മനസ്സിലായി? അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ദ ഇയറിൽ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് വേക്കൻസി ഇല്ല, അൺറിയലൈസ്ഡ് റെന്റും ഇല്ല അല്ലെ. അങ്ങനെ തന്ന ഒരു കേസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. മനസ്സിലായോ? അൺറിയലൈസ്ഡ് റെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ ഉള്ളൂ, അതും ഇല്ല, പക്ഷെ വേക്കൻറ്റും ഇല്ല. ആ രീതിയിലാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ അതേ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ GAV കാൽക്കുലേറ്റ് ചെയ്യാം. GAV കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം അല്ലെ. എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ചെവർ ഈസ് ഹയർ ഈസ് ദ GAV അല്ലെ. പിന്നെ നമ്മൾ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ GAV മൈനസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ അല്ലെ. മുനിസിപ്പൽ ടാക്സ് ഓണർ കൊടുക്കുകയാണെങ്കിൽ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആനുവൽ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് വെറുതെ പ്രോപ്പർട്ടീസ് ലെറ്റ് ഔട്ട് ത്രൂ ഔട്ട് ദ ഇയർ എന്നുള്ള കേസ് തരുമ്പോൾ നമ്മൾ ആദ്യം GAV കാണുക, പിന്നെ GAV നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ച് ആനുവൽ വാല്യൂ നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ഇവിടെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല അല്ലെ. ഇവിടെ അൺറിയലൈസ്ഡ് റെന്റും ഇല്ല, വേക്കൻറ്റും ഇല്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് കേസ് 1 ലെറ്റ് ഔട്ട് ത്രൂ ഔട്ട് ദ ഇയറിലൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. ഡിറ്റർമിൻ ദ ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് ഇൻ ദ ഫോളോയിങ് കേസസ്. രണ്ട് ഹൗസ് തന്നിട്ടുണ്ട്, ഹൗസ് എയും ഹൗസ് ബിയും കേട്ടോ. ഹൗസ് എ, ഹൗസ് ബി, അങ്ങനെ രണ്ട് ഹൗസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ 1 lakh, 1 lakh. ഫെയർ റെന്റ് 1,20,000, 1,20,000. Then standard rent 90,000, 1,40,000. Then actual rent received 1,32,000, 96,000. Then municipal tax 10% of municipal value. 10% of municipal value പറഞ്ഞാൽ അവിടെ മുനിസിപ്പൽ വാല്യൂ ഉണ്ട്, അതിന്റെ 10%. ആദ്യത്തെ കോളത്തിൽ പെയ്ഡ് ബൈ ഓണർ കൊടുത്തു, ദെൻ അടുത്ത കോളത്തിൽ പെയ്ഡ് ബൈ ടെനന്റ്. ടെനന്റ് കൊടുത്താൽ നമ്മൾ ഡിഡക്ഷൻ കൊടുക്കില്ല, ഓണർ കൊടുത്താൽ മാത്രമേ നമ്മൾ ലെസ് ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആൻസർ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ്. അങ്ങനെ ഹൗസ് എയുടെയും ഹൗസ് ബിന്റെയും നമ്മൾ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് GAV പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ചെവർ ഈസ് ഹയർ ഈസ് ദ GAV ഇല്ലേ. അപ്പൊ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഹൗസ് നമ്പർ 1ന്റെ മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ വിച്ചെവർ ഈസ് ഹയർ, ഫെയർ റെന്റ് 1,20,000 ആണ് ഹയർ. ദെൻ കമ്പയർ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ് 1,20,000 or 90,000 whichever is lower 90,000 അല്ലെ. ദെൻ ഇതാണ് നമ്മുടെ എക്സ്പെക്ടഡ് റെന്റ്. അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് എത്ര കിട്ടി? 90,000. Then actual rent received 1,32,000 എന്ന് കിട്ടി. Then GAV പറയണത് A or B, expected rent or actual rent whichever is higher ആണ്. അപ്പൊ 90,000 or 1,32,000 ഏതാ ഹയർ? 1,32,000 എടുത്തു. Then less municipal tax paid by the owner അല്ലെ. ആദ്യത്തെ ഹൗസിലെ മുനിസിപ്പൽ ടാക്സ് 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ പെയ്ഡ് ബൈ ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് 1 lakhന്റെ 10%, 1 lakh ഇവിടെ നിന്ന് കിട്ടി, അതിന്റെ 10% കാൽക്കുലേറ്റ് ചെയ്തപ്പോ 10,000 കിട്ടി. അത് ലെസ് ചെയ്തപ്പോ ആനുവൽ വാല്യൂ ഹൗസ് നമ്പർ എന്റെ 1,22,000 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ദെൻ അടുത്ത ഹൗസ് നമ്പർ ബിയില് നമ്മൾ നോക്കുക. എക്സ്പെക്ടഡ് റെന്റ് പറയുമ്പോൾ 1 lakh or 1,20,000 അല്ലെ. MRV or FRV or MV whichever is higher ആണ്. 1 lakh or 1,20,000 whichever is higher 1,20,000. Then compare it with the standard rent 1,20,000 or 1,40,000 whichever is lower 1,20,000. അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് 1,20,000 എന്ന് എഴുതി. Then actual rent ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 96,000 അല്ലെ. എന്നിട്ട് നമ്മള് whichever is higher, expected rent or actual rent whichever is higher is the gross annual value എന്ന് എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1,20,000 കിട്ടി. ദെൻ ഈ കേസിലെ മുനിസിപ്പൽ ടാക്സ് കൊടുത്തിരിക്കുന്നത് പെയ്ഡ് ബൈ ടെനന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ ഡിഡക്ഷൻ കൊടുക്കുന്നില്ല, അപ്പൊ നിൽ എഴുതി. ദെൻ
നമുക്ക് ആനുവൽ വാല്യൂ 1,20,000 കിട്ടി. മനസ്സിലായി? ടെനന്റ് മുനിസിപ്പൽ ടാക്സ് കൊടുക്കുമ്പോൾ നമ്മളത് ലെസ് ചെയ്യാറില്ല. ഓണർ കൊടുത്താൽ മാത്രമേ നമ്മൾ ലെസ് ചെയ്യാറുള്ളൂ. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിൾ പ്രോബ്ലംസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് എന്താ പറഞ്ഞ, വേർ ദ പ്രോപ്പർട്ടീസ് ലെറ്റ് ഔട്ട് ത്രൂ ഔട്ട് ദ ഇയറിൽ അല്ലെ. അവിടെ എന്തില്ല, അൺറിയലൈസ്ഡ് റെന്റും ഇല്ല, വാക്കൻസി ഇല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കേസിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ആനുവൽ വാല്യൂ കിട്ടുന്നു. ക്ലിയർ ആയോ? അടുത്ത കേസ് നമ്പർ 2, കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് വിച്ച് റിമൈൻസ് വാക്കന്റ് ഫോർ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ. അപ്പോൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ്. ആ ഹൗസ് പ്രോപ്പർട്ടി ഒന്നുമില്ലെങ്കിൽ ഫുൾ ഇയറിൽ വാക്കന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി ഇയറിൽ വാക്കന്റ് ആയിരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് ഹൗസ് റിമൈൻസ് വാക്കന്റ് ഫോർ ഫുൾ ഇയർ. ഫുൾ ഇയറിൽ ആ ഹൗസ് വേക്കന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ദ ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി നിൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് പോയിന്റ്, ഹൗസ് റിമൈൻസ് വാക്കന്റ് ഫോർ എ പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ. പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയറിൽ വേക്കന്റ് ആണ്. 3 മാസം വേക്കന്റ്, അല്ലെങ്കിൽ 4 മാസം വേക്കന്റ്, അല്ലെങ്കിൽ 1 മാസം വേക്കന്റ്. അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആനുവൽ വാല്യൂ പഠിച്ചപ്പോൾ ഞാനൊരു 3 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിൽ സെക്കൻഡും തേർഡും സെയിം പോയിന്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. മനസ്സിലായോ? ആ സെന്റൻസ് ആയിട്ട് നമ്മളിവിടെ എഴുതണം. ഇവിടെ ഞാൻ പോയിന്റ് ആക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ if the let out property, actual rent received or receivable for the let out property is higher than the expected rent, the actual rent will be the gross annual value എന്നാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ റെന്റ് കൂടുതലും എക്സ്പെക്ടഡ് റെന്റ് കുറവുമാണ്. ആ കേസിൽ നമ്മൾ ആക്ച്വൽ റെന്റിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണത് എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? സെക്കൻഡ് കേസിൽ if the ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആണ്, അതിലെ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഈസ് ലെസ് ദാൻ ദി എക്സ്പെക്ടഡ് റെന്റ് ആണെങ്കിൽ ആക്ച്വൽ റെന്റ് വിൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ എന്നാണ് അവിടെ പറയണത്. ഓയിങ് ടു വേക്കൻസി കാരണം. മനസ്സിലായോ? അപ്പോൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ്. ആ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ റെന്റ് കുറവും എക്സ്പെക്ടഡ് റെന്റ് കൂടുതലും ഓയിങ് ടു വേക്കൻസി ആയതുകൊണ്ടാണ് ആക്ച്വൽ റെന്റ് കുറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഗ്രോസ് ആനുവൽ വാല്യൂ പറയുന്നത് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ തന്നെ ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ ആ കേസിലും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹൗസ് ഫുൾ ഇയറിൽ വേക്കന്റ് ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ലാണെന്ന് പറഞ്ഞു. പാർട്ട് ഓഫ് ദ ഇയറിൽ വേക്കന്റ് ആണെങ്കിൽ 2 കേസ് പറയുന്നുണ്ട് അല്ലെ. ഒന്നുമില്ലെങ്കിൽ ആക്ച്വൽ റെന്റ് കൂടുതലും എക്സ്പെക്ടഡ് റെന്റ് കുറവാണെങ്കിൽ നമ്മൾ ആക്ച്വൽ റെന്റിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വാക്കൻസി കാരണം അല്ലെ, വാക്കൻസി കാരണം ആക്ച്വൽ റെന്റ് കുറവും എക്സ്പെക്ടഡ് റെന്റ് കൂടുതലുമാണെങ്കിൽ എന്നിരുന്നാലും ഗ്രോസ് ആനുവൽ വാല്യൂ പറയുന്നത് നമ്മൾ ആക്ച്വൽ റെന്റ് ആണ് കൺസിഡർ ചെയ്യുക. എന്തുകൊണ്ടാണ്? വേക്കന്റ് ആയതുകൊണ്ടാണ് ആക്ച്വൽ റെന്റ് കുറയാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ ആക്ച്വൽ റെന്റിനെ തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് കാണാതെ പഠിക്കുക, എന്നാലേ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ തിയറട്ടിക്കൽ നോളേജ് നമുക്ക് ഉണ്ടെങ്കിലേ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കേസ് നമ്പർ 2 ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഡിറ്റർമിൻ ദി ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് in the following cases. Expected rent rupees 1 lakh. House let out at rupees 10,000 per month. അപ്പോൾ ഇതെന്താണ്? വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് 10,000 രൂപ പെർ മന്ത് ആണ് അല്ലെ. അപ്പോൾ അത് ആക്ച്വൽ റെന്റ് ആണ്. ദെൻ ഹൗസ് ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ rupees 9,000. ബ്രാക്കറ്റിൽ 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മുനിസിപ്പൽ വാല്യൂ ഒന്നും തന്നിട്ടില്ല, പക്ഷെ അത് മുനിസിപ്പൽ വാല്യൂന്റെ 10% ആണ്. അതാണ് 9,000 മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് എന്നിട്ട് തന്നിട്ടുണ്ട്. ദെൻ അടുത്തത് ഹൗസ് റിമൈൻസ് വാക്കന്റ് ഫോർ. 2 കേസായിട്ട് തന്നിട്ടുണ്ട്. ഹൗസ് റിമൈൻ വാക്കന്റ് ഫോർ ആദ്യത്തെ കേസിൽ 1 മന്ത്, സെക്കൻഡ് കേസിൽ 3 മന്ത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് ഫസ്റ്റ് കേസിൽ 1 മാസം വേക്കന്റ് ആയത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ അവിടെ നമ്മൾ ആക്ച്വൽ റെന്റ് ഫോർ 11 മന്ത്സ് 1 മാസം വേക്കന്റ് ആണ്. അപ്പൊ എത്ര മാസമേ നമുക്ക് റെന്റ് കിട്ടുള്ളൂ? 11 മന്ത്സേ നമുക്ക് റെന്റ് കിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വൽ റെന്റ് ഫോർ 11 മന്ത്സ് പറഞ്ഞ എത്രയാണ്? ആക്ച്വൽ റെന്റ് 10,000 into 11. 10,000 into 11 1,10,000 ആണ് ആക്ച്വൽ റെന്റ്. ഈസ് മോർ ദാൻ ദി എക്സ്പെക്ടഡ് റെന്റ്.
ഈസ് മോർ ദാൻ ദി എക്സ്പെക്ടഡ് റെന്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh അല്ലെ. അപ്പൊ ഈ കേസിൽ ആക്ച്വൽ റെന്റ് തന്നെയാണ് കൂടുതൽ. ഡ്യൂ ടു വാക്കൻസി ആണെങ്കിലും എന്താണ് കൂടുതൽ? ആക്ച്വൽ റെന്റ് ആണ് കൂടുതൽ. അപ്പൊ ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കണം അല്ലെ. ഡ്യൂ ടു വാക്കൻസി കാരണം ആക്ച്വൽ റെന്റ് കുറഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തെടുക്കുള്ളൂ? ആക്ച്വൽ റെന്റിനെ തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യൂ എന്ന് പറഞ്ഞത് അല്ലെ. ഇവിടെ ആക്ച്വൽ റെന്റ് കൂടുതലാണ്, എക്സ്പെക്ടഡ് റെന്റ് കുറവാണ്. ഡ്യൂ ടു വാക്കൻസി ആണെങ്കിലും ആക്ച്വൽ റെന്റ് കൂടുതലും എക്സ്പെക്ടഡ് റെന്റ് കുറഞ്ഞാൽ നമ്മൾ ഏതാ എടുക്കുള്ളൂ? ആക്ച്വൽ റെന്റിനെ ആണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ആക്ച്വൽ റെന്റ് ഫോർ 11 months 1,10,000 എങ്ങനെ കിട്ടി? 10,000 into 11. Then is more than the expected rent 1 lakh. Expected rent 1 lakh ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ പറഞ്ഞ എന്തായിട്ട് എടുത്തു? 1,10,000 ആയിട്ട് കൺസിഡർ ചെയ്തു. ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9,000. അത് കുറച്ചപ്പോ ആനുവൽ വാല്യൂ കിട്ടി 1,01,000 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് സെക്കൻഡ് കേസ് 3 months വേക്കന്റ് എന്നുള്ള കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എക്സ്പെക്ടഡ് റെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh തന്നിട്ടുണ്ട് അല്ലെ. ആക്ച്വൽ റെന്റ് 10,000 per month തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ മുനിസിപ്പൽ ടാക്സ് കൊടുത്തിരിക്കുന്നത് 9,000 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കേസ് പറയുമ്പോൾ ഹൗസ് റിമെയിൻ വാക്കന്റ് ഫോർ 3 months എന്നുള്ള കേസാണ് അല്ലെ. 3 മാസം വാക്കന്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 12 മാസത്തിലെ 3 മാസം വാക്കന്റ് ആയാൽ നമുക്ക് എത്ര മാസേ റെന്റ് കിട്ടുള്ളൂ? 9 months നമുക്ക് റെന്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആക്ച്വൽ റെന്റ് ഫോർ 9 months ആണ് അല്ലെ. ആക്ച്വൽ റെന്റ് ഫോർ 9 months rupees 90,000. 10,000 into 9 പറയുമ്പോൾ 90,000 കിട്ടി. ഈസ് ലെസ് ദാൻ ദി എക്സ്പെക്ടഡ് റെന്റ് ക്വസ്റ്റ്യനിൽ തന്ന 1 lakhനെയും വെച്ച് കുറവാണ് ആക്ച്വൽ റെന്റ് കിട്ടുന്നത് അല്ലെ. എന്നിരുന്നാലും ഗ്രോസ് ആനുവൽ വാല്യൂ എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? ആക്ച്വൽ റെന്റിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ 9,000 ഗ്രോസ് ആനുവൽ വാല്യൂ പറഞ്ഞിട്ട് 90,000 നമ്മൾ എഴുതി. ഇനി ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. മുനിസിപ്പൽ ടാക്സ് കൊടുത്ത എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 9,000. അപ്പൊ നമുക്ക് ആനുവൽ വാല്യൂ എത്ര കിട്ടി? 81,000 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വാക്കൻസി ആണ്. വാക്കൻസി കൊണ്ട് ആക്ച്വൽ റെന്റ് കുറഞ്ഞ ആക്ച്വൽ റെന്റിനെ തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പിന്നെ വാക്കൻസി ആണ്, എന്നിരുന്നാലും ആക്ച്വൽ റെന്റ് കൂടുതലാണ്, എക്സ്പെക്ടഡ് റെന്റ് കുറവാണെന്നുണ്ടെങ്കിലും ആ കേസിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്തായിട്ട് എടുക്കുക? ആക്ച്വൽ റെന്റിനെയാണ് എടുക്കുക. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പ്രോബ്ലംസ് ആണ്, എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വാക്കൻസി 1 മാസവും 3 മാസവും എന്നുള്ള കേസാണ്. അപ്പൊ 1 മാസം ആയപ്പോൾ നമുക്ക് 12 മാസം 1 മാസം പറയുമ്പോൾ 11 months കിട്ടി അല്ലെ. 11 monthsന്റെ ആക്ച്വൽ റെന്റ് പറയണത് 11 into 10,000 1,10,000 കിട്ടി. പിന്നെ എക്സ്പെക്ടഡ് റെന്റ് 1 lakh. അതിൽ കൂടുതൽ ആക്ച്വൽ റെന്റ് തന്നെ ആയിരുന്നു അല്ലെ. 1,10,000 തന്നെ ആയിരുന്നു ഫസ്റ്റ് കേസിൽ. പിന്നെ ആയിരുന്നു നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറച്ചു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആനുവൽ വാല്യൂ കിട്ടി. സെക്കൻഡ് കേസും അതേപോലെ 3 മാസം വാക്കന്റ് ആയതുകൊണ്ട് അപ്പൊ നമുക്ക് 10,000 into 9 ആക്ച്വൽ റെന്റ് 90,000 കിട്ടിയുള്ളൂ. എക്സ്പെക്ടഡ് റെന്റ് 1 lakh ഉണ്ട്. അപ്പോൾ എക്സ്പെക്ടഡ് റെന്റ് കൂടുതലും ആക്ച്വൽ റെന്റ് കുറവും അല്ലേ. അപ്പൊ നമ്മൾ എന്നിരുന്നാലും ഗ്രോസ് ആനുവൽ വാല്യൂ പറഞ്ഞിട്ട് നമ്മൾ ആക്ച്വൽ റെന്റിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന് മുനിസിപ്പൽ ടാക്സ് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആനുവൽ വാല്യൂ കിട്ടി. ക്ലിയർ ആയോ?